ഹലോ കൂട്ടുകാരെ, ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി കേൾക്കാം. ബീഫ് വരട്ടിയതിന് ബീഫ് 1 കിലോ, ഒരു സവാള, 3 പച്ചമുളക്, ഇഞ്ചി 1 കഷ്ണം, വേപ്പില ആവശ്യത്തിന്. ബീഫ് മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, കറുവാപ്പട്ട മസാല 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി. ബീഫ് നല്ലപോലെ കഴുകി വാലാൻ വെക്കണം. അത് കഴിഞ്ഞ് കുക്കറിലേക്ക് ബീഫ് ഇട്ട് ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പച്ചമുളക്, സവാള, ഇഞ്ചി ചതച്ചത് എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി എല്ലാം കൂടെ നല്ല പരുവത്തിന് കുഴച്ച് തിരുമ്മി വെക്കണം. അത് കുക്കറിൽ അടുപ്പത്ത് വെച്ച് ഒരു 4 വിസിൽ കേൾക്കണം. ഒരു 15-20 മിനിറ്റിൻ്റെ സമയമെടുക്കും ബീഫ് വേകാനായിട്ട്. ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ഒരു സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നല്ലപോലെ ചുമപ്പിച്ച് വറുത്ത് കോരിയെടുക്കണം. വറുത്ത് കോരി എടുത്ത് മാറ്റി വെക്കാം. ആ സമയത്ത് ബീഫ് കുക്കറിൽ ഗ്യാസിൽ വെച്ച് വിസിൽ കേൾപ്പിച്ചെടുക്കണം. സവാള നല്ലപോലെ ചുമന്ന റെഡ് കളറിൽ ആകുമ്പോഴത്തേക്കും വറുത്ത് കോരിയെടുക്കാം. ആ ഇതിലേക്ക് ഞാൻ ഒരു ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കി അതും കൂടെ ഇട്ട് ഒന്നുകൂടെ മൂപ്പിക്കണം എണ്ണയിൽ തന്നെ. 2 പച്ചമുളക്, കഷ്ണം ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി 2-3 എല്ലാം കൂടെ ആ എണ്ണയിലൊന്ന് വെന്ത് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് എണ്ണയിലേക്ക് ഇടാം. അത് നല്ലപോലെ ഇളക്കി അതിൻ്റെ ചാറൊക്കെ പറ്റണം. നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കും. ഒരു 5 മിനിറ്റ് ഇളക്കി ഗ്യാസിൽ വെച്ച് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും അത് ശരിയാവും. അപ്പോൾ അതിന് ഞാൻ ഈ ബീഫിലിടാനായിട്ട് കുറച്ച് കരിക്ക് തേങ്ങയാണ് പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആ തേങ്ങയും ആവശ്യത്തിന് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കിയെടുക്കണം. ചാറ് പറ്റി നല്ല ഫ്രൈ ആകുന്നവരെ ഇളക്കിയെടുക്കാം. നല്ല ചാറൊക്കെ പറ്റി തോർന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള ഇതിൻ്റെ മേലെ ഇട്ട് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി ബീഫ് ഫ്രൈ റെഡിയാകും. ഈ ബീഫ് ഫ്രൈ നമുക്ക് അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ചൂടോടെ കഴിക്കാം.